ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഏരിയയിൽ കുറേ അമ്പലങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ അമ്പലത്തിലെ ഉത്സവമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പൊക്കോണ്ട് ഉത്സവം കാണാം. ഷാജി ബാബനും ടീമും ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചെങ്കിലും രണ്ടാമത് വന്നവരെ ഞങ്ങൾ അത്ര പേടിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൊറില്ലയും നമ്മുടെ ഹനുമാനും പിന്നെ നമ്മുടെ ക്യൂട്ട് കുട്ടനായ ബണ്ണി അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. കുറച്ചു നേരം ഇവിടെ നിന്ന് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ബൈപ്പാസിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ വന്ന വഴി മറക്കരുതല്ലോ. അപ്പം ഞങ്ങൾ വീണ്ടും ബൈപ്പാസിലേക്ക് പോയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. ബൈപ്പാസിൽ വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഫ്ലോട്ടെല്ലാം ഉയർത്തി കാണിക്കുന്നത് ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അവിടെ വന്ന ഏറ്റവും വലിയ ഫ്ലോട്ടാണ് ഇത് ഈ കാണുന്നത്. പിന്നെ ഞങ്ങളെല്ലാം എൻജോയ് ചെയ്യാൻ കാത്തിരുന്നത് നമ്മുടെ DJ വന്നു. DJ വന്നതിന് ശേഷം പോപ്പ് ബ്ലാസ്റ്റർ, അത് അടിപൊളിയായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഉത്സവമെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് അമ്പലത്തിൽ വന്നിട്ട് നമ്മളെങ്ങനെ കഴിക്കാതെ പോകുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പാനിപ്പൂരിയാണ് വരുന്നത്. അങ്ങനെ പാനിപ്പൂരി കഴിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് പോയിട്ടുള്ളത് ബജ്ജിക്കടയിലാണ്. ഞങ്ങൾ ബജ്ജിക്കടയിൽ ചെന്നിട്ട് കോളിഫ്ലവർ ഫ്രൈ ആണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയത് ടെൻഡർ കോക്കനട്ട് ഷേക്കാണ്. ഹൈ ബഡ്ജറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ ഒറ്റ റെഡി പോലും ഞങ്ങൾ കയറിയില്ല. പിന്നെ അവരവരുടെ വീട്ടിലേക്ക് പോയി. പിന്നീട് ഞാൻ കസിൻസിൻ്റെ കൂടെ അമ്പലത്തിൽ കയറി തൊഴുവാൻ പോവാണ്. ഇതാണ് എൻ്റെ കസിൻസ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നൃത്തസന്ധ്യയൊക്കെ കണ്ടിട്ടാണ് പോയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറയിൽ ലൈറ്റ് വർക്ക്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ പോയത്. ഉത്സവം അമ്പലത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലോങ് വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ